കോൺഗ്രസിന് ആവശ്യം ഉറച്ച മതേതര മുഖമുള്ള നേതാക്കളെയാണ്. പകൽ കോൺഗ്രസും രാത്രി RSSും ആവുന്നവരെ കോൺഗ്രസിന് വേണ്ട. അയ്യോ, ഇത് എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി മുമ്പ് കേരളത്തിലെ കോൺഗ്രസിനെ വിമർശിച്ചതാണ്, ഉപദേശിച്ചതാണ്. കാലിനടിയിലെ മണ്ണ് BJP കൊണ്ടുപോവുകയാണെന്ന് AK ആന്റണി മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസിന് ആവശ്യം ഉറച്ച മതേതര മുഖമുള്ള നേതാക്കളെയാണ്. രാത്രി RSSും പകൽ കോൺഗ്രസുമാകുന്ന നേതാക്കളെ പാർട്ടിക്ക് വേണ്ടെന്ന് AK ആന്റണി തുറന്നടിച്ചു. മതേതര മുഖമുള്ള കോൺഗ്രസ് നേതാക്കളെയാണ് ആവശ്യം. രാത്രി RSS ആവുന്നവർ കോൺഗ്രസിന് വേണ്ട എന്നാണ് AK ആന്റണി KPCC യോഗത്തിൽ തുറന്നടിച്ചത്. അങ്ങനെ പറയാൻ ചില കാരണങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. അക്കാര്യം മൂപ്പരുടെ വീട്ടിൽ പോയി പറഞ്ഞിരുന്നെങ്കിൽ സ്വന്തം മോൻ BJPയിൽ പോകുന്നതെങ്കിലും തടയാമായിരുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർ ആന്റണിയുടെ ഉപദേശം അങ്ങ് ശിരസാ വഹിച്ചു. എന്നിട്ട് നല്ല ഒന്നാം തരം ഒരു മതേതറയെ കണ്ടെത്തി KPCCയുടെ പ്രസിഡന്റാക്കി. തനിക്ക് തോന്നിയാൽ താൻ BJPയിൽ പോകുമെന്ന് ഇടക്കിടക്ക് പറയുന്ന സുധാകരനെ പിടിച്ച് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാക്കി. സുധാകരനെ സംബന്ധിച്ച് അത് തൻ്റെ ഏത് നിലപാടിനുള്ള തനിക്ക് തോന്നിയാൽ താൻ BJPയിൽ പോകുമെന്ന് ഇടക്കിടക്ക് പറയാറുള്ള നിലപാടിനുള്ള അംഗീകാരമായിട്ടാണ് KPCC പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചതെന്ന് മനസ്സിലായപ്പോൾ ബാക്കി കൂടി അങ്ങ് തുറന്നു പറഞ്ഞു. മൂപ്പര് AK ആന്റണി പറഞ്ഞ പോലെ രാത്രിയാവാനൊന്നും നിന്നില്ല. നല്ല പട്ടാപകലും തന്റെ RSS വിധേയത്വം തുറന്നങ്ങ് പറഞ്ഞു. ഞാൻ സംഘടനാ KSUവിന്റെ പ്രവർത്തകനായിരിക്കുന്ന കാലം എന്റെ എടക്കാട് അസംബ്ലിയിലെ കീഴുന്ന തോട്ടട തുടങ്ങിയ പ്രദേശങ്ങളിൽ RSSന്റെ ശാഖ കൊണ്ടുവന്ന് ആരംഭിച്ചപ്പോൾ ആ ശാഖ അടിച്ചു പൊളിക്കാനും തകർക്കാനും CPM ശ്രമിച്ച ഒരു കാലമുണ്ടായിരുന്നു. അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ചുറ്റുപാട് ആ പ്രദേശത്തുണ്ടായപ്പോൾ ആളെ അയച്ച് സംരക്ഷണം കൊടുത്ത ഒരാളാണ് ഞാൻ. എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ RSSന്റെ ശാഖ തകർക്കാതിരിക്കാൻ താൻ ആളെ അയച്ചു ശാഖക്ക് സംരക്ഷണം നൽകി എന്നാണ് മൂപ്പര് പട്ടാപ്പകല് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത്. അതേ സംഘി സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് CPMന്റെ പാർട്ടി ആഫീസ് പൊളിക്കാൻ ഒറ്റ രാത്രിയും 10 പിള്ളേരും മതിയെന്നാണ്. നോക്കി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ആഫീസുകളൊക്കെ നിങ്ങളിത് പൊളിക്കാൻ ഞങ്ങൾക്ക് 10 പിള്ളേരെ രാത്രി അയച്ചാൽ ഇതൊക്കെ പൊളിക്കാൻ പറ്റും. CPMകാർ ധരിക്കുന്നത് നിങ്ങളതൊന്നും പൊളിക്കാൻ കഴിയില്ല എന്നാണോ? പൊളിച്ച് കാണണമെന്ന് CPMന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണോ, നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം. നോക്കൂ, ഒരു ഭാഗത്ത് CPMൽ നിന്നും RSSന്റെ ശാഖ സംരക്ഷിക്കാൻ ആളെ അയച്ചു ശാഖക്ക് കാവൽ നിൽക്കുക, മറുഭാഗത്ത് CPMന്റെ പാർട്ടി ആഫീസ് പൊളിക്കാൻ ആളെ അയക്കുമെന്ന് വീമ്പ് പറയുക. എനിക്ക് പറയാനുള്ളത് കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടുമല്ല, വേറൊന്നും കൊണ്ടല്ല, പറഞ്ഞിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണ്. സംഘപരിവാർ വിരുദ്ധത മൂത്ത് UDFന് വോട്ട് ചെയ്യുന്ന, തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ UDFനേക്കാൾ മുമ്പ് ആഹ്ലാദ പ്രകടനം നടത്തുന്ന സുഡാപ്പി മൗദൂദി വിഭാഗക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് നേരെപ്പെടും വെളുത്തിട്ടില്ലേ? കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും RSS ശാഖക്ക് കാവൽ നിന്നു എന്ന് വീമ്പ് പറഞ്ഞ സുധാകരനെ നിങ്ങൾ വോട്ട് ചെയ്തു വിജയിപ്പിച്ചു. ആ സുധാകരൻ തന്നെയാണ് ഇപ്പോൾ CPM ആഫീസ് പൊളിക്കാൻ പിള്ളാരെ അയക്കുമെന്ന് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ഈ വിഷയങ്ങളിലുള്ള നിലപാട്? ഇനി നിങ്ങൾക്കൊരു വാർത്ത കൂടി കാണുക. ഇത് മാധ്യമം പത്രത്തിൽ വന്ന വാർത്തയാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി 170 കോടി BJPക്ക് സംഭാവന നൽകിയത് നിങ്ങൾ ഇക്കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച, ആരൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച? കോൺഗ്രസും ലീഗ് മാത്രമല്ല, മൗദൂദികളും സുഡാപ്പികളും എല്ലാവരും കൂടി വോട്ട് ചെയ്ത് എന്ന് ജയിപ്പിച്ച പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ DLF എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. എത്ര കോടി രൂപ? 170 കോടി രൂപ. ആരുടെ അണ്ണാക്കിലേക്കാണ് തിരികിയത്? കോൺഗ്രസിൻ്റെ അല്ല, BJPയുടെ അണ്ണാക്കിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി. ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് സംഘപരിവാർ പണി കഴിപ്പിച്ച രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജ രാജ്യത്തിൻ്റെ ഐക്യത്തിന് കാരണമാകുമെന്ന് പറഞ്ഞതും ക്ഷേത്രത്തിന് പൂജിച്ച വെള്ളിയിഷ്ടികൾ കൊടുത്തയച്ചതും ഇതേ പ്രിയങ്കയും കോൺഗ്രസ് നേതാക്കളും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ മീഡിയ 1 ചാനലിൻ്റെ ഇരുട്ടുമുറിയിലിരുന്ന് തനി വർഗീയത വിളമ്പുന്ന അടുപ്പുകൂട്ടി ചർച്ചയുണ്ടല്ലോ, എന്താണ്? ഔട്ട് ഓഫ് ഫോക്കസ്. ദാവൂദി എന്ന 1-ാം നമ്പർ 916 വർഗീയവാദി അടക്കം നയിക്കുന്ന ചർച്ച, അതിൽ ഇക്കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. AK ആന്റണി പറഞ്ഞ പോലെ പകൽ കോൺഗ്രസും രാത്രി RSSും ആവുന്ന കോൺഗ്രസിനെ കുറിച്ചല്ല, പട്ടാപ്പകലിലും ഒരു ഒളുപ്പമില്ലാതെ സംഘി വിധേയത്വം തുറന്നു പറയുന്ന ഒരു ത്രിവർണ സംഘിയാണ് കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കുന്നതെന്ന് തുറന്നു പറയാൻ അടുപ്പുകൂട്ടി ചർച്ചക്കാർക്ക് ആർജവമുണ്ടോ? പണ്ടത്തെ പല കോൺഗ്രസ് നേതാക്കളും കതറിനടിയിലാണ് കാവിക്കളസം ധരിച്ചിരുന്നത്. എന്നാൽ സുധാകരൻ എന്ന ത്രിവർണ സംഘി ആ കാവിക്കളസം കതറിന് മുകളിലെടുത്തണിയാൻ ആർജവം കാണിക്കുന്നതിന്
വലിയ ഗവേഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല. കണ്ണൂരിലെ കോൺഗ്രസ് നേതാവ് മാത്രമായിരുന്ന കെ സുധാകരൻ കേരളത്തിൻ്റെ കോൺഗ്രസ് നേതാവാകാൻ യോഗ്യനാണെന്ന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് തോന്നിയത്, തനിക്ക് തോന്നിയാൽ താൻ BJPയിൽ പോകുമെന്ന ഇടക്കിടക്കുള്ള കെ സുധാകരൻ്റെ പ്രസ്താവന തന്നെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. KPCC പ്രസിഡന്റ് ആയപ്പോഴാണ് CPMൽ നിന്നും RSS ശാഖക്ക് കാവൽ നിന്ന ചരിത്രം സ്റ്റേജിൽ കയറി അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. ഇപ്പോൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുഡാപ്പികളും മൗദൂദികളും കട്ടക്ക് പിന്തുണ കൊടുത്ത് കൂടുതൽ വോട്ടിന് ജയിപ്പിച്ചു, MP ആക്കി വീണ്ടും പറഞ്ഞയച്ചു. താൻ എത്രത്തോളം RSS വിധേയത്വം കാണിക്കുന്നുണ്ടോ അത്രത്തോളം മൗദൂദി സുഡാപ്പി വോട്ടുകൾ തനിക്ക് ലഭിക്കും, തൻ്റെ പാർട്ടിക്കും ലഭിക്കുമെന്ന് സുധാകരന് നന്നായി ബോധ്യപ്പെട്ടു. ഇത്ര വലിയ പൊട്ടന്മാരുടെ വോട്ട് അടുത്ത തവണയും ഉറപ്പിക്കാനാണ് ഇപ്പോൾ CPM ആപ്പീസ് പൊളിക്കാൻ 10 കോൺഗ്രസ് പിള്ളേരെ പറഞ്ഞയക്കുമെന്ന് സുധാകരൻ വീമ്പ് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? RSSന്റെ ശാഖക്ക് കാവൽ നിൽക്കാനും CPM ആപ്പീസ് പൊളിക്കാനും മൂപ്പര് നേരിട്ട് പോയില്ല കേട്ടോ. പിള്ളേരെ വിടും എന്നാണ് പറയുന്നത്. ആരോ സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോലെ സ്വന്തം പിള്ളേര് പടമായി കാണാനാണ് ഇയാൾക്കിപ്പോൾ താല്പര്യമെന്നാണ് തോന്നുന്നത്. അപ്പോൾ സുഡാപ്പി മൗദൂദികൾ ഹാപ്പിയല്ലേ? അടുത്ത തവണയും ഈ കോൺഗ്രസിൻ്റെ കൂടെ, ഈ സുധാകരൻ്റെ കൂടെ കട്ടക്ക് നിന്നാണ്. അല്ല പിന്നെ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.